നമുക്കപ്പം നിന്ന് പപ്പക്കായ തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു പപ്പക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പക്കായൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്തോരം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ ഒന്ന് കളയട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പപ്പക്കായൊക്കെ അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഉരച്ചെടുക്കാനുള്ളതാണ്. ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഒരു പപ്പക്കായ എടുക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ ഇപ്പോൾ കണ്ട ഈ രീതിയിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാതും ഇങ്ങനെ ചെറുതാക്കി ഇതിൻ്റെയും ചെറുത് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യണമാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇത്രയും ഇതിൽ തന്നെയാണ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളൊന്ന് അരിഞ്ഞെടുക്കട്ടെ, ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പപ്പക്കായൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അരിയല്ല ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേണം നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്നും മിക്സ് ചെയ്യണം. പിന്നെ അതേപോലെ ഇനി ഇത് ഇങ്ങനെ ഇതിനൊരു പശ അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ വേണമെങ്കിൽ അതേപോലെ കുഴഞ്ഞു പോകേണ്ട അധികം. പക്ഷേ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ കുഴഞ്ഞൊന്നും പോവില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അങ്ങനെ കുഴയുന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത്തിരി ഉപ്പിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി വെള്ളം പോലെ ആവും. എന്നിട്ട് ഇത് പിഴിഞ്ഞെടുത്തിട്ട് കളയാം. പിന്നെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യണില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പപ്പക്കായാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് അതിൻ്റെ ഗുണം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് എല്ലാം കൂടി ഒന്ന് ചതച്ചതിലേക്ക് ഇടാം. അപ്പോൾ ഞാനത് ഉള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അധികം എരിവ് വേണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എന്തോരം വേണമെങ്കിൽ ഇടാം, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി തിരുമ്പി മിക്സ് ചെയ്യാൻ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ തിരുമ്പുക കേട്ടോ. ഇപ്പോൾ പച്ചമുളക് എരിയുന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഇപ്പോൾ ചതച്ചത് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട. ഉള്ളി മാത്രം ഇട്ട് കൊടുത്ത് തിരുമ്പിയിട്ട് ലാസ്റ്റ് പച്ചമുളക് ആഡ് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് നന്നായി തിരുമ്പിയെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ കുറേ വേണമെങ്കിൽ എന്തോരം വേണമെങ്കിൽ, തോരനൊക്കെ നാളികേരം എന്തോരം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാളികേരം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരമുറി നാളികേരമാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ പാൻ ചൂടായി വന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടുക് കുറച്ച് ആഡ് ചെയ്താൽ മതി. കടുക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഇടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം. ഉഴുന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കടുകും വറ്റൽമുളകും മാത്രം ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കടലപ്പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തന്നെ. പിന്നെ വറ്റൽമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂക്കണം കേട്ടോ. എന്നാലും അത് കടിക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി വരെ ഇത്തിരി പാടുണ്ട്. എന്നാലും പതുക്കെ അങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം വരും. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കാരണം പെട്ടെന്ന് വേവും ചെയ്യും. പിന്നെ അതുമല്ല ഭയങ്കരമായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊന്നും ഭയങ്കരമായിട്ട് വേവിച്ച് അതിൻ്റെ ഗുണം നഷ്ടപ്പെടുത്തണ്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇതിങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നമ്മുടെ ആ കടുകും ഒക്കെ എത്തണ വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. തീ ഫുള്ളിലേക്ക് ആക്കുക കേട്ടോ.
പിന്നെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തീ സിമ്മിലേക്ക് ആക്കാം. ഒരു വിധത്തിൽ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ കേട്ടോ. തീ ഒന്ന് ഇനി മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തോളട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, വല്ല അടിയിൽ പിടിക്കണ്ട. അപ്പോൾ ഒട്ടും വെള്ളമില്ല കേട്ടോ. നമ്മൾ ആദ്യം വിചാരിക്കും നിറച്ച് വെള്ളം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ കണ്ട ഒട്ടും വെള്ളമില്ല. ഇത് നമ്മൾ തീയൊക്കെ ഇങ്ങനെ ഇതിലിട്ട് വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉലർന്ന് വെള്ളമൊക്കെ വറ്റി പൊക്കോളും. ഉപ്പൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിഴിഞ്ഞ് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഗുണമൊക്കെ നഷ്ടപ്പെടുക പറയുക, അതൊക്കെ പിന്നെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ. അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. ഇനിയിപ്പോൾ അത് വെള്ളം ഇങ്ങനെ ആവും, കുഴഞ്ഞു പോകുന്നുള്ള പേടിയുള്ളവർക്ക് അത് ചെയ്യേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ കണ്ട നല്ല ഉലർന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വെന്തോട്ടെ കേട്ടോ. പിന്നെ ഇത് ഇളക്കി കൊടുക്കാൻ സൈഡിലൊക്കെ തെറിച്ച് പോവും. പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. നമ്മുടെ കപ്പക്കായ തോര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ നന്നായി ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് അവിടെ ഇതും പിടിക്കും. അപ്പോൾ ഈ സമയത്ത് പകുതി വേവാകുമ്പോൾ ഒന്ന് നോക്കി നോക്കും ഉപ്പ് കുറവുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉഴുന്ന് കടലപ്പരിപ്പ് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കടിക്കാൻ നല്ലൊരു രസമാണ്. എനിക്ക് ഇഷ്ടമാട്ടോ അവിടെ ഇങ്ങനെ കടിക്കാൻ. അത് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴായാലും ക്യാബേജ് തോര ഉണ്ടാക്കുമ്പോഴായാലും ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടം അതിങ്ങനെ കടിക്കാൻ കിട്ടാൻ. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായി ഉലർന്ന് വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊന്നും നോക്കട്ടെ കേട്ടോ. എനിക്കിപ്പോൾ ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണമെന്ന് കഴിഞ്ഞ് ഉപ്പ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ ഇളക്കൊക്കെ റെഡി ആയിട്ട് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഫുള്ളും വറ്റിപ്പോയിട്ട് എരിവൊക്കെ നല്ല എരിവൊക്കെ ഉണ്ട്. പിന്നെ തോരനൊന്നും അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇടുക. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് കൊത്തി കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെ ഇതാക്കി ഒന്ന് കൊത്തി കൊടുത്തിട്ട് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു നേരം കൂടി ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ പപ്പക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് ക്യാബേജും കറി വയ്ക്കുക. ഇത് കാണുമ്പോൾ ഇപ്പോൾ ക്യാബേജ് ആണോ എന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ പപ്പക്കായ തോരൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ട് ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അടച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഇരുന്ന് ആ ചൂടോടുകൂടി ഒന്നും കൂടി വെന്ത് കിട്ടും. അപ്പോൾ കണ്ട നല്ല വെള്ളമൊന്നുമില്ല കേട്ടോ. ഒട്ടും വെള്ളമില്ലാണ്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ വെള്ളം വരും. ഇതൊന്നും ഇങ്ങനെ അടച്ച് വെച്ച് പിന്നെ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനതൊന്നും ആഡ് ചെയ്യണമൊന്നുമില്ല. ഇങ്ങനെ ആക്കി ഒന്ന് അടച്ച് അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പക്കായ എന്നിട്ട് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി അത് അവിടെ കുറച്ച് നേരം ഒന്ന് അവിടെ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അത് ഒന്ന് വെന്ത് വരും. അപ്പം നമ്മുടെ പപ്പക്കായ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്തിട്ട് ഒരു ഇതിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് കണ്ടത് നല്ല വളർന്നിരിക്കുന്ന പപ്പക്കായ തോരനാണ്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് എന്താ പറയുക, വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് വെക്കാൻ പറ്റിയ രീതിയാണ്. പെട്ടെന്ന് അരിഞ്ഞ് കുറേ നേരം കളയേണ്ട ആവശ്യമില്ല. നമ്മളിത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണ പപ്പക്കായ തോരനാണ്. അപ്പം എന്തായാലും വേഗം അരിയും പറ്റും, ഉണ്ടാക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല എളുപ്പമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.